ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെറി പിക്കിങ്ങിന് വന്നേക്കുന്നേ കാണണേ. ഇതിനകത്ത് കുറേ ചെറീസ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് കണ്ട ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. നമ്മളിതിന് പേ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബ്രൈറ്റ് റെഡ് കളറ് പഴുക്കാത്തതാണ് കൊച്ചങ്ങൾ പറിച്ചിട്ടേക്കുന്നത്. നമ്മൾ ഡാർക്ക് കളറ് ഇങ്ങനത്തെ ഉണ്ട്, എന്താ ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ പറിച്ചിട്ടുണ്ട്, അതിനാണ് പഴുത്തത്. അപ്പോൾ സാധാരണ ഫാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കണമെന്ന് കുഴപ്പമില്ല. പക്ഷെ ഇവർ പറഞ്ഞ് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ മരങ്ങളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് പൊക്കത്തുള്ളത് പറിക്കാനായിട്ട് അവർ മറ്റേ ലാഡറൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ലാഡറിലൊക്കെ കയറി പറിക്കാം. അതുകൊണ്ട് അവർ കഴുകിയിട്ടാ കഴിക്കാവുന്നതായിട്ട് നമ്മളോട് പറഞ്ഞേ. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കഴുകി പോയി കാണും. അപ്പോൾ നമ്മൾ പറിച്ച് ഇനി ഇത് ഫില്ലൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. ചേട്ടൻ പോയിട്ട് ഇങ്ങനെ നടന്ന് ഇതിന്റെ കുറച്ച് വ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറി പിക്കിങ്ങിൻ്റെ സീസൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആയിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ കുറേയൊക്കെ പഴുക്കാനുണ്ട് കേട്ടോ. പക്ഷേ പഴുത്തതും ഉണ്ട് നന്നായിട്ട്. ഇത് വലിയൊരു ഫാമിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 12 മിനിറ്റ് ദൂരമുള്ളൂ വണ്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ അത് മൊത്തം ഫാമിങ്ങിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഫാമിങ് കൊണ്ടുള്ള അവരുടെ കാര്യങ്ങൾ നടത്തുന്നവർ. അവരുടെ എസ്റ്റേറ്റുകളാണ് മൊത്തം, വൈനറി എസ്റ്റേറ്റുകളും പിന്നെ ഇങ്ങനെ ചെറി, പീച്ച്, പ്ലം, ആപ്പിള്, ഇതിൻ്റെ എല്ലാം സീസൺ ഇനി നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കസിൻസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻസ് മോൺട്രിയലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും കറക്റ്റ് ടൗണിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല ചെയ്യാനായിട്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ചെറി പറിക്കാനുള്ള ഇതായോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോയി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇങ്ങനെ അവർ ആ കൊട്ട തരും ചെറി പറിക്കാനായിട്ട്. അതിന് അവിടെ തന്നെ വെച്ച് പേ ചെയ്തിട്ടാണ് നമ്മളെ ഈ പറമ്പിലോട്ട് അവർ ഇറക്കി വിടുന്നത്. അപ്പോൾ എന്നിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഈ ബാസ്ക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതിൽ നമുക്ക് ഓവർ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഓവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവർ പേ ചെയ്യിക്കും. പിന്നെ അവർ നമുക്കിങ്ങനെ ക്ലാസ്സൊക്കെ തരും, എങ്ങനെയാണ് പറിക്കേണ്ടത്, കൊമ്പ് ഒടിക്കരുത്, ഇങ്ങനെ ലാഡറിൽ കയറുമ്പോൾ സേഫ്റ്റി എങ്ങനെ നോക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ഇറക്കി വിടുന്നത്. അതുപോലെ ഞങ്ങൾ പോയ ദിവസം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മഴ പെയ്തിട്ട് കയറി പോരേണ്ട വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് തരത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറിച്ചോളാൻ. മഴച്ചാറ്റിലുണ്ടായിരുന്നു, ഭാഗ്യത്തിന് ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ട് പിന്നെ അതങ്ങ് മാറിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയും പിന്നെ അവരുടെ ഫാമിലിയും എല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ ഇനി ഇവിടെ ചെറി മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ചെറിയും പ്ലമ്മും പീച്ച് അതെല്ലാം കൂടെ കാണും. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് പോകുന്നുണ്ട്. കാരണം പ്ലം കഴിക്കാൻ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറി നല്ലതാണ്. ഇനി കടകളിൽ ഫുള്ളും ചെറിയായിരിക്കും. ചെറിയുടെ വില നന്നായിട്ട് കുറയും. നമ്മൾ ശരിക്കും ഈ ബാസ്ക്കറ്റ് മേടിക്കണമെങ്കിൽ ലാഭത്തിൽ നമുക്ക് കടയിൽ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് നമ്മൾ ബാസ്ക്കറ്റ് ഇങ്ങനെ പറിക്കാനായിട്ടൊക്കെ പോകുന്നത്. ഇനി കടകളിൽ ചെന്നാലും ഇഷ്ടം പോലെ എല്ലായിടത്തും ചെറികളുണ്ടാവും, വില കുറവായിരിക്കും. നമ്മൾ വിൻ്റർ ടൈമിൽ ചെറിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടാവും, വളരെ അപൂർവമായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് ലീവിനല്ല നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ ആളാണ് ഇവിടെ ചെറി പറിക്കുന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ മമ്മിയോട് ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട്, അതിന് കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കസിൻസിൻ്റെ ഫാമിലി, അവരുടെ 2 ആമക്കളും ഒരു കൊച്ചും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.